നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ഋഷിപ്രോക്തം ചാനലിലെ അതിപ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചിങ്ങക്കൂറിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴുള്ള ജീവിത രഹസ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. ഭൃഗു ജ്യോതിഷ പ്രകാരമുള്ള ചന്ദ്രന്റെ നിര്യാണ കാലത്തെ പ്രതിപാദിക്കുന്ന വിഷയമാണ്. ഇതുവരെ ഒരുപക്ഷെ യൂട്യൂബിൽ ആരും പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരു വിഷയം തന്നെയാണിത്. ജനന സമയത്ത് ചന്ദ്രൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജീവിതത്തിന്റെ ദിശ തന്നെ നിർണ്ണയിക്കാൻ സാധിക്കുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. നക്ഷത്രങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. നിങ്ങളുടെ നക്ഷത്രം കൊണ്ട് മാത്രം 90% വരുന്ന ജീവിതത്തെ നമുക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. ചിങ്ങക്കൂറിൽ ചന്ദ്രൻ നിൽക്കുന്നവരുടെ അതീവ പ്രാധാന്യമുള്ള ഇതുവരെ ആരും പറയാത്ത കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇത് സ്വഭാവ സവിശേഷതകളെ കുറിച്ചല്ല. ചിങ്ങക്കൂറിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ആ ജാതകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ദോഷകാലങ്ങൾ, അതേപോലെ തന്നെ മരണസമയവും മരണത്തിന്റെ രീതികളും ഒക്കെ വളരെ വിശദമായിട്ട് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഗ്രന്ഥങ്ങളിലെ വിഷയങ്ങൾ ആരും തന്നെ പ്രതിപാദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇതൊരു നല്ല അറിവായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഇത് സ്വീകരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. മരണം എന്നത് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷവശങ്ങളെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അതിനൊക്കെ പരിഹാരം കാണുക എന്നുള്ളതാണ് ജ്യോതിഷത്തിന്റെ ഉദ്ദേശം തന്നെ. ജ്യോതിഷം ചക്ഷു എന്നാണ്, പഞ്ചേന്ദ്രിയാണാം നയനം പ്രധാനം എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ, ഭാവി കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ലൈഫിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇതിനെ നെഗറ്റീവായിട്ട് എടുക്കാതിരിക്കുക. ഈ വിഷയത്തിലെ ആദ്യത്തെ വീഡിയോ ആണ്. ചിങ്ങക്കൂറുകാരുടെ വീഡിയോയിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഓരോ രാശിക്കാരുടെയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ പ്രോത്സാഹനമാണ് അതിന് പ്രചോദനമാകുക. ഈ വിലപ്പെട്ട അറിവുകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു. ഭൃഗു ജ്യോതിഷം അഥവാ ഭൃഗു സംഹിത എന്ന അതിപ്രധാനപ്പെട്ട ഒരു ജ്യോതിഷ ഗ്രന്ഥത്തിലെ ചന്ദ്ര നിര്യാണ കാലം എന്ന വിഷയമാണ് നാം പ്രതിപാദിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൽ ചിങ്ങക്കൂറിൽ ചന്ദ്രൻ നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ജീവിതത്തിലെ വിവിധ പ്രായങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അരിഷ്ടങ്ങൾ, അതായത് ദോഷയോഗങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാനമായിട്ടും പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ പ്രായമനുസരിച്ചുള്ള അരിഷ്ടതകൾ, ചിങ്ങക്കൂറുകാർക്ക് ജീവിതത്തിന്റെ പ്രധാന കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന അരിഷ്ടതകൾ, ചിങ്ങക്കൂറുകാർക്ക് ജീവിതത്തിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന ദോഷകാലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1-ാമത്തെ വയസ്സിൽ വാതരോഗവും ഭൂതബാധയും ഉണ്ടാകുമെന്നാണ് ചന്ദ്രനിര്യാണം പറയുന്നത്. 5-ാമത്തെ വയസ്സിൽ അഗ്നിഭയം, 7-ാമത്തെ വയസ്സിൽ ജ്വരബാധയാണ് പറയുന്നത്. 10-ാം വയസ്സിൽ വിഷൂചിക, 20-ാം വയസ്സിൽ സർപ്പഭീതി ഉണ്ടാകാനുള്ള സാധ്യതകളാണ് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ജ്യോതിഷത്തിന്റെ പ്രസക്തി പറയേണ്ടത്. 20-ാമത്തെ വയസ്സിൽ സർപ്പഭീതി ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള സർപ്പദംശനം ഏൽക്കാനുള്ള സാധ്യതകളിൽ നിന്ന് ചിങ്ങക്കൂറുകാർ ഒഴിഞ്ഞു നിൽക്കുക. 21-ാം വയസ്സിൽ അംഗപീഡ, പ്രപീഡനം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. 28-ാം വയസ്സിൽ അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. 32-ാമത്തെ വയസ്സിൽ വാദഗുൽമം എന്ന രോഗത്തെ പറ്റിയാണ് പറയുന്നത്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 2 ഗ്രന്ഥങ്ങളിലും, അതായത് ഭൃഗു ജ്യോതിഷം, ജാതകാഭരണം എന്നീ 2 ഗ്രന്ഥങ്ങളിലും 32 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. എന്നാൽ മറ്റു രാശിക്കാരെ കുറിച്ച് പ്രായമാകുന്നത് വരെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ചിങ്ങക്കൂറുകാർക്ക് അതിനുശേഷം ആരോഗ്യത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമായിരിക്കാം അതിലൂടെ വ്യക്തമാകുക. ഈ 2 ഗ്രന്ഥങ്ങളിലെയും പ്രവചനങ്ങൾ ഏകദേശം ഒരേപോലെയൊക്കെയാണ് വരുന്നത്. ഇത് ശാസ്ത്രത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് ഞാൻ ചിങ്ങക്കൂറുകാരുടെ ജീവിതത്തിൽ ഒന്ന് ശരിയാണോ എന്ന് പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട്. 1-ലധികം പേരുടെ ജീവിതത്തിൽ ഇതേ സംഭവങ്ങൾ തന്നെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഇവർക്കെല്ലാം ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സർപ്പദംശനത്തിന്റെ കാര്യം പറയുമ്പോൾ സർപ്പഭീതി ഉണ്ടാകുന്ന പല അനുഭവങ്ങളും അവരുടെ ആ പ്രായത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും, അപവാദങ്ങൾ കേൾക്കേണ്ട സമയത്ത് അപവാദങ്ങൾ കൃത്യമായിട്ട് ഞാൻ ചോദിച്ചറിഞ്ഞ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നും വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. ഇനി നമുക്ക് 3-ാം ഭാഗത്തിലേക്ക് കിടക്കാം. അത് വ്യക്തിത്വത്തിന്റെ സവിശേഷതകളാണ്. ഈ ഗ്രന്ഥങ്ങൾ പ്രകാരം ചിങ്ങക്കൂറുകാർ സുശീലന്മാരാണ്, അതായത് നല്ല സ്വഭാവമുള്ളവരാണ്. കൃപണൻ എന്നും പറയുന്നുണ്ട്, പിശുക്കുള്ളവരാണ് എന്ന് പറയുന്നു. സത്യവാദിയാണ്, സത്യം പറയുന്നവരാണ്. വിചക്ഷണൻ എന്നൊരു വാക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതായത് വിവേകത്തോടു കൂടി പ്രവർത്തിക്കുന്നവർ.
ഇവിടെ നമുക്ക് ഒരു വൈരുദ്ധ്യം കാണാം. സത്യവാദിയും കൃപണനും ഒരുമിച്ചുള്ള ഒരു സ്വഭാവം, അതായത് പിശുക്കും ഉണ്ടാകും, സത്യം പറയുകയും ചെയ്യും. നമുക്കിനി 4-ാം ഭാഗത്തിലേക്ക് കിടക്കാം. ശ്ലോകങ്ങളുടെ സാരമനുസരിച്ച് ആയുസ്സും നിര്യാണവും എന്നുള്ള ഭാഗമാണ് പ്രതിപാദിക്കുന്നത്. ഈ പുരാതന ഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങൾ പറയുന്നത് ശുഭഗ്രഹ ദൃഷ്ടിയുക്തേ സിംഹസ്ഥേ ചന്ദ്രമണ്ഡലേ ശതായുർ ജാതകോ ഭവേത് എന്നാണ്. ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ആ രാശിയിലേക്ക്, അതായത് ചന്ദ്രനെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാകുകയാണെങ്കിൽ ആ ജാതകന് 100 വയസ്സ് വരെ ആയുസ് ഉണ്ടാകുമെന്നാണ്. ഇനി നമുക്ക് 5-ാം ഭാഗത്തിലേക്ക് കിടക്കാം. മരണസമയത്തിന്റെ വിശദാംശങ്ങളാണ് അതിൽ പറയുന്നത്. ശ്ലോകങ്ങളൊക്കെ വ്യക്തമായി മരണസമയത്തെ പറഞ്ഞു തരുന്നു. ഫാൽഗുനെ കൃഷ്ണപക്ഷേജ പഞ്ചമ്യാം ഭൗമവാസരെ മധ്യാഹ്നേ ജലമധ്യേതു ദേഹത്യാഗം വിനിർദിശേത്. നമുക്കത് എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കാം. അതായത് ചിങ്ങക്കൂറുകാരന് മരണമുണ്ടാകുക ഫാൽഗുന മാസത്തിലാണ് എന്നാണ് ഗ്രന്ഥം പറയുന്നത്. അതും കൃഷ്ണപക്ഷത്തിലായിരിക്കും എന്നും പറയുന്നു. തിഥിയാകട്ടെ പഞ്ചമിയാണ്. ദിവസം ചൊവ്വാഴ്ച ദിവസമാണ് പറയുന്നത്. സമയമാകട്ടെ മധ്യാഹ്ന സമയവും സ്ഥലമാകട്ടെ ജലവുമായിട്ടൊരു ബന്ധപ്പെട്ട സ്ഥലവുമാണ് പറയുന്നത്. ഇത്രയും കൃത്യതയോടുകൂടി മരണസമയം പറയുക എന്നത് ജ്യോതിഷത്തിന്റെ അതിബൃഹത്തായ ആഴങ്ങൾ വ്യക്തമാക്കുന്നതാണ്. ഇനി നമുക്ക് 6-ാം ഭാഗത്തിലേക്ക് കടക്കാം. ചന്ദ്രനിര്യാണത്തിന്റെ സാരം. ചന്ദ്രന്റെ സ്ഥാനം അഥവാ ജീവിതപാത, ചന്ദ്രന്റെ സ്ഥാനം കൊണ്ട് കുറിക്കുന്നത് ജീവിതപാത തന്നെയാണ്. പ്രായം പ്രകാരമുള്ള ദോഷങ്ങൾ പറയുന്നത് ഒരു മുന്നറിയിപ്പായിട്ടാണ്. ശ്ലോകങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു മാർഗദർശകമായി ഭവിക്കട്ടെ. നമുക്ക് ഈ വീഡിയോയുടെ 7-ാം ഭാഗത്തിലേക്ക് കിടക്കാം. അത് ഗ്രന്ഥങ്ങളുടെ പ്രാധാന്യമാണ്. ഭൃഗ് ജ്യോതിഷം അഥവാ ഭൃഗ് സംഹിത, ജാതകാഭരണം, രണ്ടും പറയുന്നത് ഒരേ ആശയങ്ങൾ തന്നെയാണ്. 2 ഗ്രന്ഥങ്ങളെയും ഒന്നിച്ച് ക്ലബ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇത് പ്രവചനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ഇനി 8-ാം ഭാഗത്തിലേക്ക് കിടക്കാം. അത് ഈ വീഡിയോയിൽ പറയുന്ന ആഴത്തിലുള്ള സന്ദേശമാണ്, പ്രേക്ഷകർക്കുള്ള സന്ദേശം. ഈ ശാസ്ത്രം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ജീവിതം എന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു യാത്രയാണ്. എന്നാൽ അറിവുണ്ടെങ്കിൽ നമുക്ക് മുന്നൊരുക്കങ്ങൾ നടത്താൻ പറ്റും. നമ്മൾ പോകേണ്ട വഴിയെക്കുറിച്ച് നമുക്കൊരു നല്ല ധാരണയുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് നമുക്ക് നല്ല മുന്നൊരുക്കങ്ങൾ നടത്താൻ പറ്റും. അതാണ് ജ്യോതിഷത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം അഥവാ പ്രയോജനം. നമുക്കിനി ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ജാതകത്തിൽ ചിങ്ങക്കൂറിൽ തന്നെയാണോ ചന്ദ്രൻ നിൽക്കുന്നത്, അഥവാ നിങ്ങൾ ചിങ്ങക്കൂറുകാരനാണോ? ഈ പ്രവചനങ്ങളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? അതൊന്ന് കമന്റിൽ പങ്കുവയ്ക്കുക. ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയിലും ഞാൻ കണ്ടിട്ടില്ല. ഗ്രന്ഥങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപൂർവ ജ്യോതിഷ വിവരങ്ങളും രഹസ്യ വിഷയങ്ങളും പുരാതന ശാസ്ത്രവിജ്ഞാനങ്ങളും അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോകളിൽ അതിശയകരമായിട്ടുള്ള ഇത്തരം അതീവ പ്രാധാന്യമുള്ള രഹസ്യ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.